വില്ലേജ് എഡിക്ഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പാർലമെന്റിലും ചെങ്കോട്ടയിലും ബോംബ് സ്ഫോടനം നടത്തുമെന്ന് ഖലിസ്ഥാൻ ഭീഷണി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങാനിരിക്കെയാണ് ഖലിസ്ഥാൻ തീവ്രവാദ സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ പേരിലുള്ള സന്ദേശം എംപിമാർക്ക് ലഭിച്ചത്. മലയാളി രാജ്യസഭാ എംപിമാരായ വി ശിവദാസനും എ റഹീമിനുമാണ് സന്ദേശം ലഭിച്ചത്. ഞായറാഴ്ച രാത്രി 11:30യോടെയാണ് GOK പഡ്വാൻ സിംബന്നു സിഖ് ഫോർ ജസ്റ്റിസ് ജനറൽ കൗൺസിൽ എന്ന പേരിലുള്ള സന്ദേശം ലഭിച്ചത്. ആലുവയിൽ 1 കിലോ MDMA-യുമായി യുവതിയെ പിടികൂടിയ സംഭവത്തിൽ 2 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പൊന്നാനി വെളിയങ്കോട് സ്വദേശി ജുറൈദ്, തോപ്പുംപടി കരുവേലിപ്പടി സ്വദേശി ആബിദ് എന്നിവർക്കെതിരെയാണ് ആലുവ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. ജൂണിലാണ് 1 കിലോ MDMA-യുമായി മംഗളൂരു മുനേശ്വര നഗറിൽ സറീം അക്തറിനെ പോലീസ് പിടികൂടിയത്. ഒറ്റത്തവണയായി പ്രതിമാസ ശമ്പളം നൽകാനുള്ള മാനേജ്മെന്റിന്റെ ശ്രമം വിജയത്തോടടുക്കുന്നു. ഓണത്തിന് മുമ്പ് സാധ്യമാവുമെന്നാണ് പ്രതീക്ഷ. ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നെടുത്ത വായ്പയായ 3200 കോടിയിൽ 400 കോടി തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞതോടെ പുതിയ വായ്പ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാർ നൽകുന്ന 50 കോടിയും വരുമാനത്തിൽ നിന്നുള്ള തുകയും ഉപയോഗിച്ചാണ് നിലവിൽ 2 തവണയായി ശമ്പളം നൽകുന്നത്. 72 കോടിയാണ് പ്രതിമാസം വേണ്ടത്. സർക്കാരിന്റെ സാമ്പത്തിക സഹായം അധിക നാൾ തുടരാനാകില്ലെന്ന് ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കോവിഡ് പ്രതിസന്ധി ഉണ്ടായ നാൾ മുതൽ സർക്കാർ സഹായത്തോടെയാണ് ശമ്പള വിതരണം. UK-യിൽ മലയാളി നഴ്സ് വിനോദയാത്രയ്ക്കിടെ മുങ്ങി മരിച്ചു. UK-യിൽ താമസിക്കുന്ന മലയാളി നഴ്സായ പ്രിയങ്ക മോഹനാണ് വിനോദയാത്രയ്ക്കിടെ മുങ്ങി മരിച്ചത്. ലങ്കോഷെയർ ടീച്ചിംഗ് ഹോസ്പിറ്റൽ സൗത്ത് പോർട്ടിൽ നഴ്സായിരുന്നു ശ്രീമതി പ്രിയങ്ക മോഹൻ. മുംബൈയിലേക്ക് കുടിയേറിയ മലയാളി കുടുംബത്തിലെ അംഗമാണ് ശ്രീമതി പ്രിയങ്ക മോഹൻ. ഭർത്താവ് പത്തനംതിട്ട സ്വദേശി പ്രവീൺ കെ ഷാജി. 18 മാസം പ്രായമുള്ള മകൾ നൈല അന്ന പ്രവീൺ ഏക മകൾ. ജനറൽ ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ഫിസിയോതെറാപ്പിസ്റ്റ് ബി മഹേന്ദ്രൻ നായർ മുങ്ങിയെന്ന് പോലീസ്. പ്രതിയുടെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയ വെള്ളയിൽ പോലീസ് ബന്ധുക്കളെ ചോദ്യം ചെയ്തു. സംഭവത്തിന് ശേഷം ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് ബന്ധുക്കൾ അന്വേഷണ സംഘത്തെ അറിയിച്ചത്. പ്രതിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ സാഹചര്യത്തിൽ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ കഴിയില്ലെന്ന് പോലീസ് പറഞ്ഞു. അന്വേഷണ സംഘം ഇന്ന് മടങ്ങിയെത്തും. പ്രതിയെ സംരക്ഷിക്കുവാൻ ആശുപത്രിയിലെ ചിലർ ശ്രമിച്ചതായി പോലീസിനു സൂചന ലഭിച്ചിട്ടുണ്ട്. വർക്കല ഐരൂരിൽ പരാതി നൽകിയ കുടുംബത്തെ ഇരുട്ടിലാക്കി വീണ്ടും KSEBയുടെ പ്രതികാരം. മദ്യപിച്ചെത്തിയ ലൈൻമാനെതിരെ പരാതി നൽകിയതിനാണ് കുടുംബത്തെ ഇരുട്ടിലാക്കിയതെന്നാണ് ആരോപണം. ഐരൂർ സ്വദേശി രാജീവന്റെ കുടുംബത്തെയാണ് KSEB ഉദ്യോഗസ്ഥർ പ്രതികാര നടപടിയുടെ ഭാഗമായി ഇരുട്ടിലാക്കിയത്. സംഭവം വിവാദമായതോടെ രാത്രി വൈകി KSEB ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. വൈദ്യുതി മന്ത്രി ഉൾപ്പെടെ പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു. മദ്യനയ കേസിൽ ജയിലിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ വധിക്കാൻ ഗൂഢാലോചന എന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി. ജയിലിലിട്ട് പീഡിപ്പിച്ച കെജ്രിവാളിന്റെ ആരോഗ്യം തകർക്കുകയാണ് BJP ലക്ഷ്യമെന്നും AAP MP സഞ്ജയ് സിംഗ് ആരോപിച്ചു. കെജ്രിവാളിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മറച്ചുവെക്കാനാണ് ഗവർണറുടെ ശ്രമമെന്നും എല്ലാം ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെട്ടെന്നും ആം ആദ്മി പാർട്ടി കുറ്റപ്പെടുത്തി. തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തിൽ വമ്പന്മാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ. കക്കൂസ് മാലിന്യം തള്ളിയ വിഷയത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ കടുത്ത നടപടിയാണ് മുന്നോട്ട് പോകുന്നത്. കക്കൂസ് മാലിന്യം ഓടയിൽ തള്ളിയ പൊത്തീസ് സ്വർണ്ണമഹൽ പൂട്ടി. ആമഴഞ്ചാൻ തോട്ടിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിവിട്ടതിനെ തുടർന്നാണ് നടപടി. ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും കോർപ്പറേഷൻ പറയുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ 1 ഗഡു കൂടി അനുവദിച്ചു. പെൻഷൻ വിതരണം ജൂലൈ 24 മുതൽ തുടങ്ങുമെന്നാണ് മന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. 900 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത്. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. അതത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതത് മാസം പെൻഷൻ നൽകി വരുന്നു. പാലക്കാട് മണ്ഡലത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാൻ അപേക്ഷകരുടെ നീണ്ട നിരയാണ്. നിരവധി പേർ സ്ഥാനാർത്ഥിയാകാൻ അപേക്ഷ നൽകിയത്. മുതിർന്ന നേതാക്കൾ 5 പേരുടെ സജീവ ചർച്ചയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇതിനോടകം മറ്റൊരു 1/2 ഡസനിലേറെ ആളുകളാണ് KPCC നേതാക്കൾക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത്. AICC ഓഫീസിലേക്ക് ഇമെയിൽ അയച്ചവരുടെ എണ്ണവും കുറവല്ല. യൂത്ത് കെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ, PCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, PCC സെക്രട്ടറിയും മുൻ നഗരസഭാ അംഗവുമായ PV രാജേഷ്, DCC പ്രസിഡന്റ് A തങ്കപ്പൻ, ഡിജിറ്റൽ മീഡിയ സെൽ പ്രവർത്തകൻ Dr. P സരിൻ തുടങ്ങിയ പേരുകളാണ് സജീവ ചർച്ചയിൽ ഉൾപ്പെട്ടത്. ഭാര്യ ആത്മഹത്യ ചെയ്തതിൽ മനം നൊന്ത് ഭർത്താവ് തൂങ്ങി മരിച്ചു.
ആലങ്ങാട് കൊങ്ങോർപ്പള്ളി ശാസ്ത്രാംപടിക്കൽ വീട്ടിൽ മരിയ റോസ്, ഭർത്താവ് ഇമ്മാനുവേൽ എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച വൈകിട്ടാണ് മരിയ വീടിനുള്ളിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇത് കണ്ടയുടൻ ഭർത്താവ് യുവതിയെ മഞ്ഞുമ്മലിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ രാത്രി 10:30 മരിയ മരണത്തിന് കീഴടങ്ങി. ഇതിനു പിന്നാലെ സ്വകാര്യ ആശുപത്രിയുടെ എക്സ്റേ റൂമിൽ കയറി ഇമ്മാനുവേൽ തൂങ്ങി മരിക്കുകയായിരുന്നു. പുലർച്ചെ 3 മണിയോടെ ആശുപത്രി ജീവനക്കാർ ഇമ്മാനുവേലിനെ കണ്ടെത്തിയത്. കണ്ടയുടൻ ജീവനക്കാർ അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1.5 വയസ്സുള്ള ഒരു കുട്ടിയും 28 ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും ഇവർക്കുണ്ട്. 3 വർഷം മുൻപായിരുന്നു ഇവരുടെ പ്രണയ വിവാഹം. തോണി മറിഞ്ഞ് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്താണ് സംഭവം. ചങ്ങരംകുളം കല്ലുർമ സ്വദേശി കിഴക്കേതിൽ റഫീഖിന്റെ മകൻ ആഷിഖ്, ചിയ്യാന്നൂർ സ്വദേശി മേച്ചിനാത്ത് കരുണാകരന്റെ മകൻ സച്ചിൻ എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന ചിയ്യാന്നൂർ സ്വദേശി പ്രസാദിനെ നാട്ടുകാർ രക്ഷപ്പെടുത്തി ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലുർമയിൽ നിലയിൽ കോൾപ്പടവിൽ ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. സുഹൃത്തുക്കളായ 3 പേരും കൂടി തോണിയുമായി കായലിൽ ഇറങ്ങിയതായിരുന്നു. താഴ്ചയുള്ള ഭാഗത്തെത്തിയതോടെ തോണി മറിയുകയായിരുന്നു. ചതുപ്പ് നിറഞ്ഞ ഭാഗത്ത് നീന്താൻ കഴിയാതെ മൂവരും മുങ്ങിത്താഴ്ന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേലിൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഏജൻസ് ഫ്രാൻസ് പ്രസ് ഫോട്ടോഗ്രാഫർ ക്രിസ്റ്റീന അസിയും സഹപ്രവർത്തകൻ ഡിലൻ കോളിൻസനും ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ കൃത്യനിർവഹണത്തിനിടെ ജീവൻ നഷ്ടമായവർക്ക് ആദരമർപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇവരെ ദീപശിഖ ഏന്താൻ ക്ഷണിച്ചത്. മൈസൂരു പൊന്നാനി KSRTC സ്വിഫ്റ്റ് ബസിൽ നിന്ന് 160.77 ഗ്രാം MDMA-യുമായി ആയുർവേദ ഡോക്ടർ പിടിയിൽ. മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ എക്സൈസ് ഇൻസ്പെക്ടർ KV നിതിനും സംഘവും നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. കൊല്ലം കരുനാഗപ്പള്ളി തൊടിയൂർ തഴവ ചിറ്റുമൂല ഇടമരത്തു വീട്ടിൽ N അൻവർ ഷാ ആണ് പിടിയിലായത്. ഇയാൾ ദുബൈയിൽ സ്വന്തമായി ആയുർവേദ സെന്റർ നടത്തുന്ന BAMS ഡോക്ടറാണെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിവാഹ ആവശ്യത്തിനായി 5 മാസം മുമ്പാണ് നാട്ടിൽ വന്നത്. ബംഗളൂരുവിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങി കൊച്ചിയിലേക്ക് ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകവെയാണ് പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.